ശബരിമല കൊള്ളക്കേസിലെ സ്വർണ്ണക്കട്ട കേസിലെ CPI നേതാക്കൾ ജയിലിൽ കിടന്നതും അവരുടെ റിമാൻഡ് കാലാവധി നീട്ടിയതും അതുപോലെ PM ശ്രീ പദ്ധതിയിൽ ബ്രിഡ്ജായി നിന്ന് അല്ലെങ്കിൽ പാലമായി നിന്നുകൊണ്ട് CPIയെയും മുന്നണിയെയും വഞ്ചിച്ചതും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ നാളെ തൊട്ട് ചർച്ച ചെയ്യാൻ പോവാണ്. ആ ചർച്ചയ്ക്കിടയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് രക്ഷയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി CPMൻ്റെ പ്രതിനിധികളെ നേരത്തെ ആകാമായിരുന്നില്ലേ, മുമ്പ് ചെയ്യാമായിരുന്നില്ലേ, പരാതിയില്ലെന്നൊക്കെ ചോദിക്കും. ഇതൊന്നും ജനം വിശ്വസിക്കില്ല. ജനം ഇന്ന് ഒരൊറ്റ പാർട്ടിയെ വിശ്വസിക്കുന്നുള്ളൂ ഇക്കാര്യത്തിൽ, അത് കോൺഗ്രസിനാണ്. CPM എന്തു പറഞ്ഞാലും, എത്ര ന്യായീകരണം പറഞ്ഞാലും, എത്ര സ്ത്രീകളെ വിളിച്ച് കണ്ണീര് പൊഴിച്ചാലും വിശ്വസിക്കില്ല CPMനെ. കാരണം CPMൻ്റെ നിലപാടുകൾ ഇന്ന് തകർന്നു വീണു. ഇന്നവർ പടക്കം പൊട്ടിച്ചു. CPMൻ്റെ പ്രവർത്തകരെ പടക്കം പൊട്ടിച്ചു. എന്തിനാണ് പടക്കം പൊട്ടിച്ചത്? രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയതിനുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് KPCCക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പടക്കം പൊട്ടിക്കലായിട്ട് അതിനെ ചിത്രീകരിക്കാം. കാരണം അവരുടെ നേതാക്കളോട് പറയാണ്, ദാ നോക്കൂ, KPCC പുറത്താക്കി, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ എവിടെ പുറത്താക്കുന്നു? ഈ പടക്കത്തിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ചെവി ഒന്ന് തുറന്നു വെക്കൂ, നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നു വെക്കൂ എന്ന് ഇന്ന് CPM പ്രവർത്തകർ കാണിക്കുന്നതായിരിക്കാം ഒന്ന്. പിന്നെ CPMന് പറയാം അത് ജാമ്യം നിഷേധിച്ചുകൊണ്ടാണെന്ന്. ജാമ്യം മേൽക്കോടതിയൊക്കെ വരുമ്പോൾ അത് വേറെ വിഷയം. നിയമം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്നൊരു കാര്യമല്ലല്ലോ. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇവിടെ KPCCയുടെ തീരുമാനത്തെ CPM പ്രവർത്തകർ മധുരം കൊടുത്തും പടക്കം പൊട്ടിച്ചും അവർ സ്വാഗതം ചെയ്തു എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാമല്ലോ നിലപാടുകൾ ചർച്ച ചെയ്തു. ഇന്നലെ വരെ ഞാൻ പറഞ്ഞതാ, നിലപാടുകളാണ് ചർച്ച ചെയ്യുന്നത്. ഈ നിലപാട് ചർച്ചയിൽ ഇന്ന് ഒരു പടി മുന്നിൽ കോൺഗ്രസ് കയറിയില്ലേ? ഇന്ന് ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറഞ്ഞ കാര്യം, ഇവിടെ എൻ്റെ സുഹൃത്ത് ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞ കാര്യം, ഇതെല്ലാം വളരെ കൃത്യമല്ലേ? അഭിനന്ദിച്ചില്ല അവർ? എന്തുകൊണ്ടാണ് CPMനെ അഭിനന്ദിക്കാൻ പറ്റാതിരുന്നത്? ഇവിടെ വസന്ത തെങ്ങമല്ല വളരെ കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ അവർ നിഷേധിക്കുകയാണ്. ഇപ്പോഴും അവരുടെ കയ്യിൽ ആ തീവ്രതയുള്ള യന്ത്രം ഇന്നലെ വരെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതെടുത്ത് കളയൂ എൻ്റെ നിതീഷ് കരിച്ചേരി. ഇനിയൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ KPCC ഇന്നേ വരെ വന്നിട്ടില്ലാത്തൊരു പ്രതിസന്ധിയിൽ ആ പാർട്ടി എത്തിയിരുന്നു. അതറിയാമല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു, രണ്ട് പ്രതിസന്ധിയാണ് ഉള്ളത്. ഒന്ന് CPM അകപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അവരുടെ നേതാക്കൾ ജയിലിലായ പ്രതിസന്ധി, മറ്റൊന്ന് കോൺഗ്രസിലെ ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലുണ്ടായ പ്രതിസന്ധി. ആ പ്രതിസന്ധി അവർ തരണം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിസന്ധിയാണ് കേട്ടത്. ഒരു MLAയെ ഈ വക വിഷയത്തിൽ പുറത്താക്കുന്ന ആദ്യത്തെ വിഷയമാണ്. അതുപോലെ സസ്പെൻഷനും മറ്റ് സംഘടനാപരമായ കാര്യമൊക്കെ വേറെയുണ്ട്. പക്ഷേ ഈ വിഷയം ആദ്യത്തെയാണ്. ഇവിടെ പുറത്താക്കപ്പെട്ട ആളാരാണ്? ഒരു യുവ നേതാവ്. ഇനി അതിൽ വേറൊരു കാര്യങ്ങളുണ്ട്. ഇന്ന് CPM പ്രവർത്തകർ, ഇപ്പം ഞാൻ നോക്കുമ്പോൾ കാസർഗോഡ് BJP CPMൻ്റെ പ്രവർത്തകരുടെ കൊടിയും കൊണ്ട് നിൽക്കുകയാണ്. സത്യത്തിൽ അവർ ഭയത്തിൽ നിന്നുള്ള മുക്തി അതിലുണ്ടായിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടെ എന്നൊരാൾ മാത്രമായിരുന്നില്ല, കോൺഗ്രസിലെ ഒരു യുവനിര വളർന്നു വന്നിരുന്നു. അതിലൊരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായ ചെയ്തി കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തായി. പക്ഷേ ആ യുവനിരയെ ഈ CPM DYFും ഭയന്നിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഷാഫി പറമ്പലിനെതിരെ ഇന്നും അവർ ആരോപണമായി രംഗത്ത് വന്നത്. എന്ത് കാര്യമുള്ളത്? ഷാഫി പറമ്പലിൻ്റെ സുഹൃത്താണ്. അങ്ങനെയാണ് CPMലെ എല്ലാവരുടെയും സുഹൃത്തുക്കൾ. അങ്ങനെ പരസ്പരം ബന്ധമില്ലേ? സുഹൃത്തുക്കളെയൊക്കെ ഇങ്ങനെ പ്രതികളാക്കാൻ പറ്റുമോ? CPMലെ എല്ലാവരും പരസ്പര സുഹൃത്തുക്കളാണ്. കോൺഗ്രസിൽ എല്ലാവരും പരസ്പര സുഹൃത്തുക്കളാണ്. ഒരു നേതാവിൻ്റെ തണലിൽ മറ്റൊരു നേതാവ് വരും, സംശയമില്ല. പിണറായി വിജയൻ്റെ കീഴിലല്ലേ ഒരുപാട് നേതാക്കൾ, യുവ നേതാക്കൾ